നമസ്കാരം. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രൊമോഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് പ്രൊമോഷൻ ചെയ്യുന്ന വസ്തുക്കളെ പറ്റി ഒരു ബോധം ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ അവർക്കൊരു എത്തിക്സ് ഉണ്ടാവണമെന്നില്ല. പക്ഷെങ്കിൽ വാങ്ങുന്ന നമുക്ക്, ഇത് കണ്ടുപോയി വാങ്ങുന്ന നമുക്കൊരു ബോധം ഉണ്ടാവണം. ഞാൻ പറഞ്ഞു വന്നത് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ഒരു ദിവസം എനിക്കറിയുന്നൊരു ഫാമിലിയിൽപ്പെട്ട ഒരു വ്യക്തിയുടെ കുഞ്ഞിന് ഒരു ഇൻഫെക്ഷൻ പോലെ, ഒരു അലർജി പോലെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോയി. ഡോക്ടർ പരിശോധിച്ചപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന, ആ കുഞ്ഞിനെ യൂസ് ചെയ്യിപ്പിക്കുന്ന പാമ്പർ കാരണമാണ്, പാമ്പറിൻ്റെ അലർജിയാണ് ഈ കുഞ്ഞിന്. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, ഇത് എന്ത് ടൈപ്പ് പാമ്പറാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് വെച്ചപ്പോൾ പറഞ്ഞു, ഇന്നൊരു സ്ഥലത്ത് കിട്ടുന്ന പാമ്പറാണ്, അവിടെ വളരെ വിലക്കുറവിൽ കിട്ടുന്നൊരു പാമ്പറാണ്. അപ്പോൾ ഈ ഡോക്ടർ തമാശയ്ക്ക് ചോദിച്ചു, ഇതൊക്കെ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കുന്നു? അപ്പോൾ അവർ പറഞ്ഞു, അതിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്ന ഒരാൾ കാണിച്ച വീഡിയോ കണ്ടിട്ട് പോയാൽ. അപ്പം ഡോക്ടർ കൊടുത്തൊരു മറുപടി, ഈ വീഡിയോ ചെയ്യുന്നവർക്ക് ഒരു ബോധമില്ല, അറ്റ്ലീസ്റ്റ് മേടിക്കുന്ന നിങ്ങൾക്കൊരു ബോധം വേണ്ടായാണ്. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പ്രൊമോഷൻ ചെയ്യുന്ന ആൾക്കാരെ കാണാൻ പറ്റും. അവരതും അവിടെ ഈ വിലക്കുറവുണ്ട്, ഇവിടെ ഈ സാധനം വിലക്കുറവുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞത്. അവരെ സംബന്ധിച്ചോളം ഒരുപക്ഷെ ജോലി ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം, അവരുടെ വരുമാന മാർഗ്ഗം അതായിരിക്കാം, അല്ല അവർ പൈസ കണ്ടെത്തുന്ന കാര്യമായിരിക്കാം. പണ്ട് ലക്ഷങ്ങൾ മുടക്കി പരസ്യം ചെയ്താൽ എത്താത്തത്തോളം ഒരു ഇമ്പാക്റ്റാണ് ഇന്നിപ്പോൾ ഒരു പ്രൊമോഷൻ ചെയ്യുന്ന ഒരാൾക്ക് കൊണ്ടുവന്ന് ചെറിയൊരു കാശ് കൊടുത്താൽ അവർ വീഡിയോ ചെയ്ത് കിട്ടുന്ന ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ പറഞ്ഞു വരുന്നത്, ചില കാര്യങ്ങളൊക്കെ നല്ലതാണ്. ചില പ്രൊമോഷനും ചില സ്ഥലത്തൊക്കെ നല്ല കാര്യങ്ങളുണ്ടെന്ന് മറ്റുള്ള ആൾക്കാരിലേക്ക് എത്തുന്നത് നല്ലതാണ്. പക്ഷേങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന, അല്ല നമ്മുടെ ശരീരത്തിന് ഉപയോഗിക്കുന്ന ഈ ടിഷ്യൂ, അല്ലെങ്കിൽ മറ്റ് സോപ്പ്, മറ്റ് കാര്യങ്ങൾ, ഡിറ്റർജൻറ്റുകൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കുന്ന, ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കുന്ന ചില സാധനങ്ങൾ, പാമ്പേഴ്സ്, അല്ലെങ്കിൽ അതിനുള്ള ക്രീമും മറ്റ് കാര്യങ്ങളും നല്ല ക്വാളിറ്റിയുള്ള സ്ഥലത്തുനിന്ന് മേടിക്കണം. ഇന്ന് സമൂഹത്തിൽ ആര് ചെത്താലും അവർക്കൊരു വിഷമമില്ല എന്ന് കരുതി ആൾക്കാർ പ്രോഡക്റ്റ് ഇറക്കും. അത് വിൽക്കാൻ വേണ്ടിയിട്ട് ഒരു മര്യാദയില്ലാത്ത കടകളും കാണും. ഇത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഈ പല ആൾക്കാരും വരും. ഒരിക്കൽ പോലും നമ്മൾ ശ്രദ്ധിക്കണം, ഈ